നമസ്കാരം. 108 ആംബുലൻസിലെ പൈലറ്റിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി എമർജൻസി നഴ്സ്. പൈലറ്റ് കയർപിടിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ സംസാരിക്കുകയും ചെയ്തു. പരാതി മലയൻകീഴ് യൂണിറ്റിലെ പൈലറ്റ് ഷൈജുവിനെതിരെയാണ്. ഗതികെട്ട് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ വാങ്ങിയ പരാതിക്കാരിക്ക് നീതി കിട്ടിയിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. തിരുവനന്തപുരത്തെ 108 ആംബുലൻസ് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പരാതിക്കാരി സി മലയാളം ന്യൂസിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അതിനു മുമ്പ് വോയിസ് ക്ലിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രശ്നം എന്തോന്ന് അറിയാവോ? ഒരു കാര്യം അവർ കേട്ട് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു 108 സ്റ്റാഫുകളും അന്വേഷിക്കാറില്ല. അന്വേഷിക്കുക പോരാഞ്ഞിട്ട് അവർ നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞ് മാക്സിമം മോശമായിട്ട് പറഞ്ഞ് നടക്കുകയുള്ളൂ. ഞാനിപ്പോ ഈ വോയിസ് ഇട്ടതിന് കാര്യം അത്രയും ഗതികെട്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇട്ടത്. ഞാൻ മലയൻകീഴ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പം പൈലറ്റ് ഞങ്ങൾ പേഴ്സണലായിട്ട് റൂമിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടും. ഞാൻ 4-5 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പം ഞങ്ങളുടെ അടുത്ത് പറയും അവിടെ വേണ്ട, അടുത്തടുത്ത് ഡ്യൂട്ടിക്ക് പോ എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ബേസിൽ പോകുമ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ റൂമിന്റെ അകത്ത് ആരെയും കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും അല്ല ഇരുന്നത്. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും പൈലറ്റ് സ്ഥിരമായിട്ട് 108 ആംബുലൻസിൽ ഷൈജു എന്ന് പറയുന്ന മലയൻകീഴ് ബേസിൽ 15 വർഷമായിട്ട് സീനിയർ സ്റ്റാഫ് എന്നാണ് പറയുന്നത്. അയാള് കയറി അന്നോട്ട് അയാൾക്ക് 40 വയസ്സാണ് 108 അകത്ത്. അയാള് എൻ്റെ അടുത്ത് ഞാൻ ഡ്യൂട്ടി കയറിയ സമയം തൊട്ട് അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഞാനത് പറഞ്ഞു വിലക്കി, ഞാൻ ചേട്ടാ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അയാൾ കേട്ടിട്ടില്ല. ഇത് ഞാൻ 108 PM പറഞ്ഞു. PM അതിനെക്കാട്ടി മോശമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ പല സ്റ്റാഫുകളും PMന് സപ്പോർട്ട്, ട്രിവാൻഡ്രം PMന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്. പക്ഷെ ഗതികെട്ട അവസ്ഥയിൽ ഞാൻ ഈ വോയിസ് ഇടുന്നതാണ്. കാര്യം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഒരു 108 എമർജൻസി നേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡി സ്റ്റാഫിന്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ഈ എൻ്റെ വോയിസ് കേട്ടിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് വിചാരിക്കരുത്. എൻ്റെ വോയിസ് ഓൾറെഡി ഇങ്ങനെ ആണ്. എനിക്ക് സങ്കടം കൊണ്ടാണ്. സങ്കടം മാത്രമല്ല, എനിക്ക് അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത്. ഏകദേശം നമ്മുടെ ഏകദേശമുള്ള EMTസിന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പോരാഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. കാരണം എന്നെ ദേഹത്ത് കയറി പിടിച്ചു. ഞാനത് PMനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ PM എന്നോട് പറഞ്ഞത് എവിടെ പിടിച്ചു, എങ്ങനെ പിടിച്ചു, എന്തിനു പിടിച്ചു, ഇതൊക്കെ അയാൾക്ക് അറിയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ HR ഗതി കെട്ടാണ് ഞാൻ HR കംപ്ലൈന്റ് ചെയ്തത്. ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യും. ഇയാൾക്ക് ഇത് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇയാൾ പിന്നെ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിക്കാണ് ഇയാൾ പെരുമാറിയിട്ടുള്ളത്. ഇയാൾ എവിടെയൊക്കെ ലേഡീസ് വിഷയത്തിന് പോയിട്ടുണ്ടോ അതിന്റെ വരെ സംസാരം അയാൾ 108 അകത്ത് ഞങ്ങൾ കേസ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇയാൾ സംസാരിക്കും. ലേഡീസ് സ്റ്റാഫുകൾ, അതായത് പേഷ്യൻസിനെ പിടിക്കുന്നത് മോശമായിട്ടാണ് പല രീതിക്കും ചെയ്തിട്ടുണ്ട്. കാര്യം 108 അകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് മിക്ക സ്റ്റാഫുകളും അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നതെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അത് മെയിൽ സ്റ്റാഫ് ആയിരുന്നാലും ഫീമെയിൽ സ്റ്റാഫ് ആയിരുന്നാലും ആരായിരുന്നാലും ശരി. ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയതിന് ശേഷം സത്യം പറയാലോ, ഒരു ലേഡി, എൻ്റെ വീട്ടിൽ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്ക് 12 വയസ്സുകാര മോളുണ്ട്. ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുവാണ്. എന്നിട്ടും ഞാൻ ഒരു രീതിക്ക് പോവാത്ത ഞാൻ ഈ 108 അകത്ത് ഞാൻ ആ പൈലറ്റിന്റെ പേരിൽ ഇത്രയും ക്ഷമിച്ച് ഞാൻ PMന്റെ കൈയും കാലും പിടിച്ച് ഞാൻ സാറേ ഇങ്ങനെ എന്നെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ, ഒത്തിരി ഇഷ്യൂസിനൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ട്രോളി കയറ്റാൻ സമയത്ത് ട്രോളി പൊക്കി കയറ്റാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്കൊരു മലയൻകീഴ് ഡ്യൂട്ടി ചെയ്ത് ഏകദേശം ഉള്ള എല്ലാവർക്കും അറിയാം ആ സ്പേസ് അങ്ങനെയാണ്. പൈലറ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ പൈലറ്റ് എന്നെ ചീത്ത വിളിച്ച് അടിക്കാൻ കൈപൊക്കി. ഈ സെയിം പൈലറ്റ് ഷൈജു. ഞാൻ ലാസ്റ്റ് അയാള് അവിടെ ഡ്യൂട്ടിക്ക് പറഞ്ഞ എല്ലാ പൈലറ്റുമാരെ പറ്റി എന്നെ പറ്റി മോശമായിട്ട് പൈലറ്റുമാരടുത്ത് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുന്നതുകൊണ്ടാണ് പൈലറ്റുമാർ ഡ്യൂട്ടിക്ക് വരാത്തതെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ ഡ്യൂട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് പൈലറ്റുമാരും ഡ്യൂട്ടിക്ക് വരാതിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ദൈവസത്യമായിട്ടും ഞാൻ പൈലറ്റിന്റെ ശല്യം സഹിക്കാൻ വയ്യാതാണ് ആലപ്പുഴ ആ ബേസ്, അങ്ങനെ ഒരു ബേസേ ഇല്ല, എന്നിട്ടും ഞാൻ ആലപ്പുഴ ട്രാൻസ്ഫറിന് ചോദിച്ചു. കാര്യം ഗതി കെട്ടിട്ടാണ്. ഞാൻ HR ആശാ മാഡത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് HR ആശാ മാഡം പറഞ്ഞ് പോസ്റ്റ് കമ്മിറ്റി ഉണ്ട്, പോസ്റ്റ് കമ്മിറ്റി പറയാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുറത്ത് നമ്മൾ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യേണ്ടി വരും താൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണിയായിരുന്നു. ഞാനത് ശരവണൻ സാറിന് ഫോർവേഡ് ചെയ്തു, HR ജിതിന് ഫോർവേഡ് ചെയ്തു. ഇവരെല്ലാവരും കൂടെ നല്ല രീതിയിൽ മാക്സിമം കളിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാഫിനും 108 സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നവരെന്തോ അവരുടെ, അതായത് ഓഫീസിലെ PMനോ EMEക്കോ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ, അതായത് ട്രിവാൻഡ്രത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് സ്റ്റാഫുകളെ മോശമായിട്ട് പറയുന്നവരെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ടും ഇത്രയും സഹിച്ച് ഞാൻ ഇത്രയും നിന്നിട്ടും ഞാൻ പോസ്റ്റ് കമ്മിറ്റിയിൽ എന്നെ വിളിച്ചു. പോസ്റ്റ് കമ്മിറ്റിയിൽ വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ
പോസ്റ്റ് കമ്മിറ്റിയിൽ ഫസ്റ്റ് ഞാൻ പൈലറ്റിന് പല രീതിക്ക് ഞാൻ പൈലറ്റിനെ വൃത്തികെട്ട വീഡിയോ കാണിച്ചു. അതുകൊണ്ട് ക്യാഷ് ഓഫർ ചെയ്തു. ഞാൻ പുറത്ത് കേസ് ഫയൽ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തപ്പോഴത്തേക്കും ഈ പൈലറ്റ് എന്റെ വീട്ടിൽ വിളിക്കുകയും എന്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പോവുകയും ക്യാഷ് ഓഫർ ചെയ്യുകയും ചെയ്തു പൈലറ്റ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ രജീഷ് നരിക്കുനി പരാതിക്കാരിയുമായി സംസാരിച്ചു. സി ന്യൂസിനോട് പരാതിക്കാരി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. സാർ, ഞാൻ 108 ആംബുലൻസിലെ EMT ആണ്. ഞാൻ ബേസിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന പൈലറ്റ് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ലൈംഗിക ചുവയോടുള്ള സംസാരവും പിന്നെ മാനസികമായും അങ്ങനെ പൈലറ്റ് മോശമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിത് ഞങ്ങള് 24 ഡ്യൂട്ടി ആകുമ്പോഴത്തേക്കും ഞങ്ങള് റൂമിന്റെ അകത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പുള്ളി ഇതേപോലെ ആ പൈലറ്റ് വന്ന് നിന്നിട്ട് അത് കണ്ടിട്ട് മോശമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. ഞാനിത് ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡായ PM-നോട് കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ PM അത് വേറൊരു രീതിക്കാണ് എന്നോട് PM-ഉം ഇയാൾ എങ്ങനെയാണ് സംസാരിച്ചത് ആ രീതിക്ക് മോശമായിട്ട് തന്നെയാണ് PM എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാന് ഇത് ഇവര് ആക്ഷൻ ഒന്നും എടുക്കാതെ ആയപ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ HR ഹെഡ് ഞങ്ങളുടെ PM EME ശരവണൻ സാറിനോട് കംപ്ലൈന്റ് ചെയ്തായിരുന്നു. അപ്പൊ അവരാരും അത് ആക്ഷൻ എടുത്തില്ല. അങ്ങനെ ആക്ഷൻ എടുക്കാതിരുന്നപ്പോഴത്തേക്കും ഞാൻ അത് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു പരാതി. നടക്കുന്നത് ഒരു 3 മാസത്തിൽ കൂടുതലായി. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്? മലയൻകീഴ്. ഓക്കെ. പരാതി അപ്പോൾ പിന്നീട് എവിടെയാണ് നൽകിയിരുന്നത്? മാർനല്ലൂർ സ്റ്റേഷനിലാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത്. അവിടെ നിന്നും എന്തായിരുന്നു പോലീസിന്റെ ഒരു മറുപടി? പോലീസ് അന്ന് FIR ഫയൽ ചെയ്തായിരുന്നു. FIR ഫയൽ ചെയ്തു. സ്റ്റേഷനിൽ പൈലറ്റിനെ വിളിപ്പിച്ചിട്ട് വൈകുന്നേരം ആയപ്പോ അറിഞ്ഞത് പൈലറ്റ് ജാമ്യത്തിൽ ഇറങ്ങി എന്നാണ് അറിഞ്ഞത്. ശരിക്കും അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴായിരുന്നു നിങ്ങൾ ഈ ഒരു അതിക്രമം നേരിട്ടത്? ഈ രാത്രിയായിരുന്നു, പകരം? നൈറ്റിലായിരുന്നു. 24 ഞങ്ങൾക്ക് 24 ഡ്യൂട്ടി ആയതുകൊണ്ട് ആ ബേസ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പണി ആയതുകൊണ്ട് ലൊക്കേഷൻ ഞങ്ങൾക്കൊരു ഗ്രന്ഥശാലയുടെ അടുത്താണ് ഞങ്ങൾക്ക് ലൊക്കേഷൻ തന്നിട്ടുള്ളത്. ഒരു റൂമാണ്, ചെറിയ റൂം. പൈലറ്റിനും EMTക്കും 2 റൂമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം അവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്. 24 hours ഡ്യൂട്ടി ടൈമില് ഒരു നൈറ്റ് ഒരു 12-1 മണിക്ക് ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിൽ കയറിയ സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. അയാൾ എന്റെ മേത്ത് കടന്നു വിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പോലീസിൽ അന്ന് തന്നെ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ പിറ്റേന്നാണ് വിളിച്ച് പരാതി നൽകിയത്? ഇല്ല, ഞാൻ അപ്പോൾ തന്നെ ഞാൻ PM-നോട് EME-യോട് ഞാൻ ഇതിനെ ഇങ്ങനെ എനിക്കിങ്ങനെ പ്രോഗ്രാം മാനേജർ ഞങ്ങളുടെ പ്രോഗ്രാം മാനേജറിന്റെ അടുത്തും EME അടുത്തും ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തായിരുന്നു. പ്രോഗ്രാം മാനേജർ സച്ചിൻ, EME രാഹുൽ എന്നാണ് 2 വ്യക്തികളെടുത്താണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. അപ്പം അവരെന്നോട് പറഞ്ഞത് ഇപ്പം ബേസിൽ ഇങ്ങനെ ഒരു പ്രശ്നമായി, അതുകൊണ്ട് പുറത്തു വെച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്തിനാണ് പുറത്തു വെച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞത് അകത്ത് പൈലറ്റിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് പുറത്തു വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ മാറ്റർ ഇതോടുകൂടി ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു HR-ൽ ഇതുപോലെ സംസാരിച്ച് HR-ല് ലേഡീസ് ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ PM-ന് പരാതി കൊടുത്തിട്ട് PM അതിന് ആക്ഷൻ എടുത്തില്ല. പിന്നെ ഞാൻ അത് HR-ലോട്ട് ഫോർവേഡ് ചെയ്തു. HR-ൽ നിന്നും ആക്ഷൻ ഉണ്ടായില്ല. HR-ൽ വിളിച്ച് ഫോർവേഡ് ചെയ്തപ്പോഴത്തേക്കും HR മാഡം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് കമ്മിറ്റി 108 ആംബുലൻസ് സർവീസിൽ ഒരു പോസ്റ്റ് കമ്മിറ്റി ഉണ്ട്. ആ പോസ്റ്റ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഈ ഡീറ്റെയിൽസ് മൊത്തം അവര് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിക്കും, എൻക്വയറി ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ എൻക്വയറിയിൽ അവര് അതിന് അനുസരിച്ച് ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി മുഖാന്തരം വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് സ്റ്റേഷനിൽ പരാതി പോവും. പക്ഷെ ബാക്കിയുള്ള ഉണ്ടാകുന്ന അതിന്റെ ഒരു പരിണിത ഫലങ്ങൾ മൊത്തം ഞാൻ അനുഭവിക്കണമെന്നാണ് അന്ന് എന്റെ അടുത്ത് HR ഇന്നും പറഞ്ഞിരുന്നത്. ഈ സംഭവം നടന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ പോലീസിൽ പരാതി നൽകുന്നത്? ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പരാതി കൊടുത്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് ഞാൻ പരാതി പുറത്ത് കൊടുക്കാതിരുന്നത്. കാര്യം ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാ, ഞങ്ങൾ ലേഡീസ് സ്റ്റാഫുകൾ 108-നകത്ത് വർക്ക് ചെയ്യുന്നവരാ. ഇപ്പൊ ഞങ്ങൾക്കൊരു വിഷയം വന്ന് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പം കാര്യം PM-ഉം EME-യും ട്രിവാൻഡ്രത്ത് ഒരു 3 ജില്ലകളിലാണ് ഞങ്ങൾ PM-ഉം EME-യും ഉള്ളത്. അപ്പം ഞങ്ങളിപ്പോ പരാതിപ്പെടുമ്പോൾ ഞങ്ങൾ ലേഡീസിന് ഡ്യൂട്ടിയുടെ വിഷയം, ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയും
ആ രീതിക്ക് ഞങ്ങൾ ഡ്യൂട്ടി ഹാരാസ്മെന്റ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ്, ഞങ്ങളെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് PM പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെങ്ങാനും പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് കൊണ്ട് പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത്. ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ ആരൊക്കെയായിരുന്നു നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നത്? പരാതി ഒത്തുതീർപ്പാക്കാൻ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. അന്ന് തൊട്ട് ക്യാഷ് തന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടി ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പൈലറ്റിന്റെ അവിടെ നിന്ന് വിളിച്ച ആ വ്യക്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ PM മുഖാന്തരം ഒരു പൈലറ്റും PM മുഖാന്തരം വേറൊരാളും ഞങ്ങളെ വിളിക്കുകയാണ് ചെയ്തതല്ല. ഇങ്ങനെ കേസ് പിൻവലിക്കണം, ഞാൻ പറയുന്ന ബേസിൽ ഡ്യൂട്ടി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നിങ്ങളെന്താ മറുപടി പറഞ്ഞു അതിന്? ഞാൻ കേസ് ഇല്ലെന്ന് പറഞ്ഞു. കാര്യം ഇപ്പൊ ഞങ്ങൾ ലേഡീസ് സ്റ്റാഫുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് അത് ഞാനിപ്പോ ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എത്രയോ ലേഡീസ് സ്റ്റാഫുകൾ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ 108 അനുഭവിക്കുന്നുണ്ടാവും. അപ്പം ഞാനത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവര് വേറൊരു സ്റ്റാഫിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു. കാര്യം ഞാന് PM-ന്റെ ഈ ഇത് പേടിച്ചിട്ടാണ് ഞാൻ ട്രാൻസ്ഫറിന് ആലപ്പുഴ ജില്ലയിലോട്ട് ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് ഇവരുടെ ഭീഷണിയും പൈലറ്റ് എന്നെ മാറ്റുകയാണ് ചെയ്തത്. എന്നെ വേറൊരു ബേസിലോട്ട് അടിക്കുകയും ഈ പറഞ്ഞ പൈലറ്റിനെ സ്ഥിരം ആ ഡ്യൂട്ടിയിൽ 24 നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴും അതുകൊണ്ട് ഞാൻ ഇതേപോലെ സാറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ഡ്യൂട്ടിയുടെ കാര്യം, ഇങ്ങനെ വിഷയമുണ്ട്, അതുകൊണ്ട് എനിക്ക് മാറണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭീഷണി ഉണ്ടായതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു. ഞാൻ ആലപ്പുഴ ജില്ലയിലോട്ട് ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു. അവരെനിക്ക് അവിടെ വേക്കൻസി ഉണ്ടോന്ന് പോലും നോക്കാതെയാണ് പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫർ സാങ്ഷൻ ചെയ്തത്. പിന്നെ അവിടുത്തെ PM-നെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ വേക്കൻസി ഇല്ല, തിരിച്ച് എന്റെ ട്രാൻസ്ഫർ അവർ ക്യാൻസൽ ചെയ്ത് എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് ആക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഈ കേസ് ഫയൽ ചെയ്തത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് HR എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കേസ് ഫയൽ ചെയ്തത് കൊണ്ട് എന്നെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് എടുക്കത്തില്ല, കേസ് എപ്പോ പിൻവലിക്കും അപ്പോഴും എന്നെ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് ആലോചിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ നിങ്ങളെ തിരുവനന്തപുരത്തേക്ക് എടുക്കുള്ളൂ എന്നാണ് ഇപ്പോൾ 108 അറിയിച്ചിരിക്കുന്നത് അല്ലേ? അത് രേഖാമൂലം അറിയിക്കണോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുക, എന്താണ് ചെയ്തിരുന്നത്? ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. CG യൂണിയൻ മുഖാന്തരം ചർച്ച നടത്തിയപ്പോഴും സെയിം ഇതായിട്ട് അവരോടും ഞങ്ങളുടെ ഹെഡ് പറഞ്ഞത് ഇതായിരുന്നു. പിന്നെ എന്നോട് ഫോണിൽ ഇതേപോലെ പറഞ്ഞു. പിന്നെ ഒരു പോസ്റ്റ് കമ്മിറ്റി കഴിഞ്ഞ മാസം ലാസ്റ്റിൽ ഒരു പോസ്റ്റ് കമ്മിറ്റി രൂപീകരിച്ചു. ആ പോസ്റ്റ് കമ്മിറ്റിയിൽ 2 ലേഡീസ് HR-ഉം എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അവരും സെയിം ആയിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പിൻവലിക്കണം, ഇത് ഒത്തുതീർപ്പാക്കി കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തെ ഡ്യൂട്ടിയുടെ കാര്യം അവർ ആലോചിക്കാം. പിന്നെ ആ പോസ്റ്റ് കമ്മിറ്റിയിൽ വന്ന ലേഡി എന്ന ഒരു പരിഗണന പോലും തരാതെ കമ്പനിയിലുള്ള അവർ അത്രയും മോശമായിട്ടാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന രീതിയിലല്ല ആ 2 സ്ത്രീകളെ HR എന്നോട് സംസാരിച്ചത്. നിങ്ങൾ ഉപദ്രവിച്ച ആളുടെ പേര് ഷൈജു എന്നാണ് പൈലറ്റിന്റെ പേര്. അയാൾ എന്നല്ലാതെ വേറെ ആരടുത്ത് നിങ്ങൾക്ക് മോശമായ രീതിയിൽ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രോഗ്രാം മാനേജർ ഫെസ്റ്റിൻ. പിന്നെ പ്രോഗ്രാം മാനേജറിനായിട്ട് നിരന്തരം ഈ പറയുന്ന പൈലറ്റ് പ്രോഗ്രാം മാനേജറിനുമായിട്ട് എനിക്ക് വിവാഹ അഭ്യർത്ഥന പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. ഞാൻ അത് വിലക്കിയത് കൊണ്ടാണ്, അതിന് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് 108-ന്റെ അകത്ത്. 108-ൽ അപ്പം നിങ്ങളിപ്പം നിലവിൽ ആലപ്പുഴയാണ് ജോലി ചെയ്യുന്നത് അല്ലേ? ഞാനിപ്പോ ആലപ്പുഴയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ കേസ് പിൻവലിച്ചാൽ മാത്രമോ നിങ്ങൾക്ക് ഇവിടേക്ക് ജോലിയുള്ളൂ എന്ന് പറയുന്നു. ഇത് ഡ്യൂട്ടി എടുക്കുന്നതനുസരിച്ചാണോ നിങ്ങൾക്ക് ഇതിന്റെ സാലറി ഒക്കെ വരുന്നത്? ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിനനുസരിച്ചാണ് സാലറി വരുന്നത്. തുടർ നടപടി എന്ന നിലയ്ക്ക് മന്ത്രിമാരാരെങ്കിലും കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഞാന് ഓൾറെഡി ഇതിന്റെ കംപ്ലൈന്റ് ഞങ്ങളുടെ MLA-ക്ക് പരാതി കൊടുത്തിരുന്നു. MLA വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് എന്നിട്ടും കമ്പനി അതിനെതിരെ എനിക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് ട്രാൻസ്ഫറിന്റെ ഇത് സാങ്ഷൻ ആയത് എനിക്ക് തിരിച്ചു തരാനുള്ള ഒന്നും അവർ ചെയ്തില്ല. പിന്നെ ഞാൻ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു സംസാരിക്കുകയും എന്റെ പരാതി ആരോഗ്യമന്ത്രിക്ക് മാഡത്തിന് ഞാൻ ഫോർവേഡ്
ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ ഞാൻ മാഡത്തിന് പരാതി കൊടുത്തായിരുന്നു. എന്താണ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നൊരു മറുപടി വന്നത്? മാഡം പറഞ്ഞത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കാം, വിഷമിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഈ 108 വേറെ ആർക്കെങ്കിലും ഇത്തരത്തിൽ നിങ്ങളെ പോലെ അനുഭവം? ഞങ്ങള് 108 ആംബുലൻസിന്റെ അകത്ത് ലേഡീസ് സ്റ്റാഫൊക്കെ പുറത്ത് ഞങ്ങള് ഈ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി പേടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ ആരും സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് അത്രയും ഡ്യൂട്ടി ടോർച്ചറിങ് ഉണ്ടാവും. ആ ഡ്യൂട്ടി ടോർച്ചറിങ് കൊണ്ടാണ് മാക്സിമം ഞങ്ങൾ 108 ലേഡീസ് സ്റ്റാഫുകൾ എന്ത് വിഷയം നടന്നാലും അവർ പുറത്ത് പറയാതിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഞങ്ങള് 4 വർഷം പഠിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന ഞങ്ങൾ ലേഡീസ് ആയിരുന്നാലും ശരി ജെന്റ്സ് ആയിരുന്നാലും ശരി ഞങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നത് 108 അകത്ത്. ഞങ്ങൾ അത് പേടിച്ചാണ് ഓരോ ലേഡീസ് സ്റ്റാഫും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ദുരനുഭവങ്ങൾ ആരും പുറത്ത് പറയാതിരിക്കുന്നത്. ഇനി ഒരു സ്റ്റാഫിനും ഇതേ അവസ്ഥ വരരുത് സർ. ഈ പോലീസ് സ്റ്റേഷനിൽ പിന്നെ എന്തെങ്കിലും തുറന്ന നടപടി ഉണ്ടായിരുന്നു? ഒന്ന് ജാമ്യത്തിൽ ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു നടപടിയും പിന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പിന്നീട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ? ഇല്ല, അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണോ? ഇല്ല, ഞാനിപ്പം ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡ്യൂട്ടി ഉള്ള സമയം ആലപ്പുഴ പോയി ഡ്യൂട്ടി ചെയ്തിട്ട് വരും. ഷൈജു എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് പൈലറ്റിനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? കേസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നതിന് പുറത്ത് നിൽക്കാനാണ് ഷൈജുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട 108 ഭാഗത്തുനിന്ന് പിന്നീട് ഇനി എന്നാണ് ഹിയറിംഗോ അല്ലെങ്കിൽ തുടർ നടപടി എന്താണെന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, പോസ്റ്റ് കമ്മിറ്റി കൂടി അന്ന് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജുവായിട്ട് ഒരു ഡിസ്കഷൻ അവിടെ ഇരുന്ന് കമ്മിറ്റി രൂപീകരിച്ച് അവിടെ നമ്മുടെ ഹെഡ് ഓഫീസ് ടെക്നോ പാർക്കിൽ ഇരുന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാൻ പറഞ്ഞു, കേസ് ഒത്തുതീർപ്പാക്കുന്ന കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. കാര്യം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിഷയമാണ്, നമ്മൾ കംപ്ലൈന്റ് ചെയ്ത ഞാനാണ് ഇപ്പൊ പ്രശ്നക്കാരിയായിട്ട് അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പേപ്പറിൽ ഞാൻ ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞു. അവർ എഴുതി വെച്ചിരുന്നത് അങ്ങനെയാണ്. ആ പേപ്പറിൽ അത്രയും മോശമായിട്ടാണ് അവർ ചിത്രീകരിച്ച് ആ പേപ്പറിൽ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല. പിന്നെ എന്നെ അതിനുശേഷം പിന്നെ അവർ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.